ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീ PSC വേൾഡിലേക്ക് സ്വാഗതം. വരാൻ പോകുന്ന കമ്പനി ബോർഡ്, ബെക്കോ, VFA എന്നീ പരീക്ഷകൾക്കായിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സ് പരീക്ഷകളിൽ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? അപ്പോൾ നമുക്ക് കുറച്ച് കറണ്ട് അഫയേഴ്സ് പഠിക്കാം. ഓക്കെ, തുടങ്ങട്ടെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 2025 ഡിസംബർ 20 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ച പ്രകൃതി പ്രമേയമായ ഇന്ത്യയിലെ ആദ്യ വിമാനത്താവള ടെർമിനൽ ഏത് സംസ്ഥാനത്താണ്? 2025 ഡിസംബർ 20 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ച പ്രകൃതി പ്രമേയമായ ഇന്ത്യയിലെ ആദ്യ വിമാനത്താവള ടെർമിനൽ ഏത് സംസ്ഥാനത്താണ്? ഏത് സംസ്ഥാനത്താടാ? എവിടെയാണ്? അത് അസമിലാണ് അല്ലേ? അസമിലാണ്. നമുക്കറിയാം, അസമിലെ ഗുവാഹത്തി ലോകപ്രിയ ഗോപിനാഥ് ബർദലോയ് രാജ്യാന്തര വിമാനത്താവളത്തിൻ്റെ പുതിയതായി നിർമ്മിച്ച ടെർമിനലാണ് ഇന്ത്യയിലെ പ്രകൃതി പ്രമേയമായ ആദ്യ വിമാനത്താവള ടെർമിനൽ. മനസ്സിലായോടാ? ഇന്ത്യയിലെ പ്രകൃതി പ്രമേയമായ ആദ്യ വിമാനത്താവള ടെർമിനൽ ഏതാണ്? അസമിലെ പേരെന്താണ്? ഗുവാഹത്തി ലോകപ്രിയ ഗോപിനാഥ് ബർദലോയ് രാജ്യാന്തര വിമാനത്താവളം. ഗുവാഹത്തി ലോകപ്രിയ ഗോപിനാഥ് ബർദലോയ് രാജ്യാന്തര വിമാനത്താവളം. അസമിലെ തനത് സാംസ്കാരിക പൈതൃകവും ജൈവ വൈവിധ്യവും പ്രതിഫലിപ്പിക്കുന്ന ഈ ടെർമിനൽ ബാംബു ഓർക്കിഡ് പ്രമേയത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഈ രാജ്യാന്തര വിമാനത്താവളം എന്ത് പ്രമേയത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ പറയണം. ബാംബു ഓർക്കിഡ്. അസമിലെ തനത് സാംസ്കാരിക പൈതൃകവും ജൈവ വൈവിധ്യവും പ്രതിഫലിപ്പിക്കുന്ന ഈ ടെർമിനൽ ബാംബു ഓർക്കിഡ് പ്രമേയത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അസമിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഗോപിനാഥ് ബർദലോയുടെ പേരാണ് ഈ വിമാനത്താവളത്തിന് നൽകിയിരിക്കുന്നത്. ഓക്കെ, വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാനത്താവളമാണ് ഈ ലോകപ്രിയ ഗോപിനാഥ് ബർദലോയ് രാജ്യാന്തര വിമാനത്താവളം എന്ന് പറയുന്നത്. എന്താണ്? വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാനത്താവളമാണെന്ന് ഓർക്കുക. അപ്പോൾ 2025 ഡിസംബർ 20 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ച പ്രകൃതി പ്രമേയമായ ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവള ടെർമിനൽ ഏത് സംസ്ഥാനത്താണ്? അത് അസമിലാണ്. അതിൻ്റെ പേരെന്താണ്? ലോകപ്രിയ ഗോപിനാഥ് ബർദലോയ് രാജ്യാന്തര വിമാനത്താവളമാണ്. ഓക്കെ, ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയ രാജ്യത്തെ ആദ്യത്തെ ജില്ലാ ആശുപത്രി ഏതാണ്? ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയ രാജ്യത്തെ ആദ്യത്തെ ജില്ലാ ആശുപത്രി ഏതാണെന്ന് പറയാമോ? അത് എറണാകുളം ജനറൽ ആശുപത്രിയാണ് അല്ലേ? എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തുന്ന രാജ്യത്തെ തന്നെ ആദ്യ ജില്ലാ ആശുപത്രിയായി മാറിയത്. ഏതാണ്? എറണാകുളം ജനറൽ ആശുപത്രിയാണ്. എന്നാണ് ഇവിടെ ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടന്നതെന്നറിയാമോ? 2025 ഡിസംബർ 22 കേട്ടോ. 2025 ഡിസംബർ 22 എറണാകുളം ജനറൽ ആശുപത്രിയിൽ ആദ്യത്തെ ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടന്നിട്ടുള്ളത്. ആരുടെ ഹൃദയമാണ് മാറ്റിവെച്ചത്? കൊല്ലം സ്വദേശി ഷിബുവിൻ്റെ ഹൃദയം മാറ്റിവെച്ചു. ആർക്കാ കൊടുത്തത് ഹൃദയം? അതായത് നേപ്പാളി യുവതിയായ ദുർഗ കാമിക്കാണ് അല്ലേ? കൊല്ലം സ്വദേശി ഷിബുവിൻ്റെ ഹൃദയം മാറ്റിവെക്കപ്പെട്ടത് ആരിലാണ്? നേപ്പാളി യുവതിയായ ദുർഗ കാമിക്കാണ്. ദുർഗ കാമി പക്ഷേ ജീവിച്ചോ? ഇല്ല. ദുർഗ കാമി പിന്നീട് മരണത്തിന് കീഴടങ്ങുക ചെയ്തേ. ഓക്കെ, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ്, പോലീസ്, ജില്ലാ ഭരണകൂടങ്ങൾ എന്നിവ അവയവ വിന്യാസത്തിന് വേണ്ടി സംയുക്തമായി പ്രവർത്തിച്ചു. കേസ് ഓട്ടോയാണ് ഇത് ഏകോപിപ്പിച്ചത്. ഇത് ഏകോപിപ്പിച്ചത് ആരാണ്? കേസ് ഓട്ടോയാണ്. എന്താണ് കേസ് ഓട്ടോ എന്ന് പറഞ്ഞാൽ? സംസ്ഥാന സർക്കാരിൻ്റെ മരണാനന്തര അവയവദാന പദ്ധതിയാണ് കേസ് ഓട്ടോ അല്ലേ? സംസ്ഥാന സർക്കാരിൻ്റെ മരണാനന്തര അവയവദാന പദ്ധതിയാണ് കേസ് ഓട്ടോ എന്ന് പറയുന്നത്. കേസ് ഓട്ടോയുടെ ഫുൾ ഫോം അറിയാമോ? പഠിച്ചു വെച്ചേക്കണം. കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ. എന്താണ്? കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ. അതാണ് കേസ് ഓട്ടോ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ജില്ലാതല ആശുപത്രിയിൽ വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടന്നത് എവിടെയാണ്? എറണാകുളത്താണ് അല്ലേ? എറണാകുളം ജനറൽ ആശുപത്രിയിൽ തന്നെയാണ്. എന്താണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ജില്ലാതല ആശുപത്രിയിൽ വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടന്നത് എറണാകുളത്താണെന്ന് ഓർക്കുക. ഇനി കേരളത്തിലെ ആദ്യ ഹെൽത്ത് എ ടി എം സ്ഥാപിച്ചതും എവിടെയാണ്? എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലാണ് അല്ലേ? എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഹെൽത്ത് ATM സ്ഥാപിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സൗകര്യം ഒരുക്കിയത് കൊച്ചിൻ സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് ആണ്. CSML ആണ് ഈ സൗകര്യം ഒരുക്കിയതെന്നും കൂടെ ഓർത്ത് വെച്ചേക്കുക. കേരളത്തിലെ ആദ്യത്തെ ത്വക്ക് ബാങ്ക് പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെയാ? കേരളത്തിലെ ആദ്യത്തെ ത്വക്ക് ബാങ്ക് അല്ലെങ്കിൽ സ്കിൻ ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണെന്ന് ഓർക്കുക കേട്ടോ. തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് കേരളത്തിലെ ആദ്യത്തെ ത്വക്ക് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത്. ഓക്കെ,
എല്ലാ ജില്ലകളിലും ഹൃദ്രോഗ ചികിത്സയ്ക്കായിട്ട് കാത്ത് ലാമ്പ് സൗകര്യം ലഭ്യമാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാടാ? എല്ലാ ജില്ലകളിലും ഹൃദ്രോഗ ചികിത്സയ്ക്കായി കാത്ത് ലാമ്പ്, ഹൃദ്രോഗ ചികിത്സയ്ക്കായുള്ള ലാബാണ് കാത്ത് ലാമ്പ് എന്ന് പറയുന്നത്. ആ സൗകര്യം ലഭ്യമാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി മാറി നമ്മുടെ കേരളം. ഓക്കെ അല്ലേ? ഇത്രയും കിട്ടിയോ? അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയ രാജ്യത്തെ ആദ്യ ജില്ലാ ആശുപത്രിയാണ് എറണാകുളം ജനറൽ ഹോസ്പിറ്റൽ. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യ ഹെൽത്ത് ATM വന്നതും അവിടെയാണ്. ഇന്ത്യയിൽ ആദ്യമായി ജില്ലാതല ആശുപത്രി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നതും എറണാകുളത്താണെന്ന് ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. രാജ്യത്തെ 8ാമത് കേന്ദ്ര ഫോറൻസിക് ലാബ് നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? രാജ്യത്തെ 8ാമത് കേന്ദ്ര ഫോറൻസിക് ലാബ് നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? നമ്മുടെ സ്വന്തം കേരളമാണ് അല്ലേ? കേരളമാണ്. തിരുവനന്തപുരം ടെക്നോ പാർക്കിന്റെ 4ാം ഘട്ടമായ ടെക്നോ സിറ്റിയിലാണ് രാജ്യത്തെ 8ാമത്തെ കേന്ദ്ര ഫോറൻസിക് സയൻസ് ലാബ് സ്ഥാപിതമാകുന്നത്. മനസ്സിലായോടാ? അപ്പോൾ രാജ്യത്തെ 8ാമത്തെ കേന്ദ്ര ഫോറൻസിക് സയൻസ് ലാബ് വരുന്നത് തിരുവനന്തപുരം ടെക്നോ പാർക്കിന്റെ 4ാം ഘട്ടമായിട്ടുള്ള ടെക്നോ സിറ്റിയിലാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇത് ആരംഭിച്ചിട്ടുള്ളത് ഏത് പദ്ധതി വഴിയാണെന്നറിയാമോ? ദേശീയ ഫോറൻസിക് ഇൻഫ്രാസ്ട്രക്ചർ എൻഹാൻസ്മെന്റ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത് ആരംഭിക്കുന്നത് കേട്ടോ. ദേശീയ ഫോറൻസിക് ഇൻഫ്രാസ്ട്രക്ചർ എൻഹാൻസ്മെന്റ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത് ആരംഭിക്കുന്നത്. ഓക്കെ, ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കേരളം, കർണാടകം, തമിഴ്നാട്, ലക്ഷദ്വീപ്, ആൻഡമാൻ എന്നിവിടങ്ങളിലെ ഫോറൻസിക് കേസുകൾ വേഗത്തിൽ കൈകാര്യം ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. എന്താണ് ലക്ഷ്യം? കേരളം, അതുപോലെ കർണാടക, തമിഴ്നാട്, ലക്ഷദ്വീപ്, ആൻഡമാൻ എന്നിവിടങ്ങളിലെ ഫോറൻസിക് കേസുകളൊക്കെ ഇല്ലേ, അത് വേഗത്തിൽ കൈകാര്യം ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ സൈബർ ഫോറൻസിക്, DNA പ്രൂഫിംഗ്, കെമിസ്ട്രി ആൻഡ് ടോക്സിക്കോളജി, ബാലിസ്റ്റിക് ആൻഡ് ഫിസിക്സ്, എക്സ്പ്ലോസീവ് ആൻഡ് ഫോറൻസിക് ഇലക്ട്രോണിക്സ്, ഡോക്യുമെന്റേഷൻ ആൻഡ് പോളിഗ്രാഫ് തുടങ്ങിയ പരിശോധനകൾക്ക് ഇവിടെ സൗകര്യം ഉണ്ടാകും. ഇനി നിലവിൽ കേന്ദ്ര ഫോറൻസിക് ലാബുകളുള്ളത് എവിടേക്കാണെന്നറിയാമോ? നിലവിൽ കേന്ദ്ര ഫോറൻസിക് ലാബുകളുള്ള സ്ഥലങ്ങൾ ചണ്ഡീഗഡ്, ന്യൂഡൽഹി, ഭോപ്പാൽ, പൂനെ, കൊൽക്കത്ത, ഗുവാഹത്തി, ഹൈദരാബാദ്. എവിടേക്കാണ്? ചണ്ഡീഗഡ്, ന്യൂഡൽഹി, ഭോപ്പാൽ, പൂനെ, കൊൽക്കത്ത, ഗുവാഹത്തി, ഹൈദരാബാദ് എന്നിവിടങ്ങളിലാണ് നിലവിൽ കേന്ദ്ര ഫോറൻസിക് ലാബുകളുള്ളതെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ രാജ്യത്തെ 8ാമത് കേന്ദ്ര ഫോറൻസിക് ലാബ് നിലവിൽ വരുന്ന സംസ്ഥാനം കേരളമാണ്. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം ടെക്നോ പാർക്കിന്റെ 4ാം ഘട്ടമായ ടെക്നോ സിറ്റിയിലാണെന്ന് ഓർക്കുക. ഏത് പദ്ധതിയുടെ ഭാഗമായിട്ടാണെന്ന് ചോദിച്ചാൽ ദേശീയ ഫോറൻസിക് ഇൻഫ്രാസ്ട്രക്ചർ എൻഹാൻസ്മെന്റ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 59ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ പ്രശസ്ത ഹിന്ദി സാഹിത്യകാരൻ വിനോദ് കുമാർ ശുക്ല അന്തരിച്ചു അല്ലേ? എന്നാണ് അദ്ദേഹം അന്തരിച്ചത്? അപ്പോൾ എന്താണ്? 59ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവായിരുന്നു നമ്മുടെ വിനോദ് കുമാർ ശുക്ല. ഹിന്ദി സാഹിത്യകാരനാണ് അല്ലേ? അദ്ദേഹം അന്തരിച്ചത് എന്നാണ്? ഓർമ്മയുണ്ടോ? എന്നാണ് അദ്ദേഹം അന്തരിച്ചത്? ഡിസംബർ 23-നാണ് അല്ലേ? ക്രിസ്തുമസിന് 2 ദിവസം മുന്നെയാണ്. 2025 ഡിസംബർ 23-നാണ് അദ്ദേഹം അന്തരിക്കുന്നത് അല്ലേ? പ്രമുഖ ഹിന്ദി കവിയും നോവലിസ്റ്റുമായ വിനോദ് കുമാർ ശുക്ല ഛത്തീസ്ഗഡിലെ രാജാനന്ദ് ഗ്രാമത്തിലാണ് 1937 ജനുവരി 1-നാണ് അദ്ദേഹത്തിന്റെ ജനനം. മനസ്സിലായോ? പ്രമുഖ ഹിന്ദി കവിയും അതുപോലെ നോവലിസ്റ്റുമായിരുന്നു വിനോദ് കുമാർ ശുക്ല. അദ്ദേഹം ജനിക്കുന്നത് ഛത്തീസ്ഗഡിലെ രാജാനന്ദ് ഗ്രാമത്തിൽ 1937 ജനുവരി 1-നാണ്. ഓക്കെ, നമുക്കറിയാം 2024-ലെ 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ഇദ്ദേഹത്തിനായിരുന്നു കിട്ടിയത് അല്ലേ? അതുപോലെ ഛത്തീസ്ഗഡിൽ നിന്ന് ഈ ബഹുമതി ലഭിക്കുന്ന എത്രാമത്തെ എഴുത്തുകാരനായിരുന്നു ഇദ്ദേഹം എന്ന് ചോദിച്ചാൽ ആദ്യത്തെ എഴുത്തുകാരനായിരുന്നു അല്ലേ? ഛത്തീസ്ഗഡിൽ നിന്ന് ഈ ബഹുമതി ലഭിക്കുന്ന ആദ്യ എഴുത്തുകാരനായി മാറിയ ആര്? വിനോദ് കുമാർ ശുക്ല. ഹിന്ദി സാഹിത്യത്തിന് മാജിക്കൽ റിയലിസത്തിന്റെ പുതിയ മാനം നൽകിയ എഴുത്തുകാരനായി അദ്ദേഹത്തെ കണക്കാക്കുന്നു. ഹിന്ദി സാഹിത്യത്തിന് മാജിക്കൽ റിയലിസത്തിന്റെ പുതിയ മാനം നൽകിയ ഹിന്ദി അല്ലെങ്കിൽ സാഹിത്യകാരനാണ് അല്ലെങ്കിൽ എഴുത്തുകാരനാണ് അദ്ദേഹം. ഓക്കെ, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കി വെച്ചേക്കണം. ലഗ്ഭഗ് ജയ് ഹിന്ദ്, വഹ ആദ്മി ചലാ ഗയാ, ഗരം കോട്ട് പഹൻകർ വിചാർ കി തരഹ്, സബ് കുച്ച് ഹോനാ ബച്ചാ രഹേഗാ, അതിരിക്ത് നഹി, കവിതാ സേ ലംബി കവിത, ആകാശ് ധർത്തി കോ खटखटाता है, खिलेगा तो देखेंगे, नौकर की कमीज, दीवार में एक खिड़की रहती थी, हरी घास की छप्पर वाली झोपड़ी और बौना पहाड़, പേട്കർ കമ്ര, മഹാവിദ്യാലയ. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഇതിൽ ഒരു കൃതിക്ക് അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അത് ഏത് കൃതിക്കാണെന്ന് അറിയാമോ? അത്
ദീവാർ മേ ഏക് ഖിഡ്കി രഹതി തി എന്ന നോവലിനാണ്. അതൊരു നോവലാണ്. അദ്ദേഹത്തിന് 1999 അതിന് എന്ത് കിട്ടി? സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന് വ്യാസ സമ്മാനം കിട്ടിയ വർഷം അറിയാമോ? വിനോദ് കുമാർ ശുക്ലയ്ക്ക് വ്യാസ സമ്മാനം കിട്ടിയത് 2013 ഓർക്കുക കേട്ടോ. 2013. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നുകൂടെ പറയാം. 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയ പ്രശസ്ത ഹിന്ദി സാഹിത്യകാരനായിരുന്നു വിനോദ് കുമാർ ശുക്ല. അദ്ദേഹം അന്തരിച്ചു. 2025 ഡിസംബർ 23 അന്തരിക്കുകയുണ്ടായി. അദ്ദേഹം ജനിക്കുന്നത് ഛത്തീസ്ഗഡിലെ രാജാനന്ദ് എന്ന ഗ്രാമത്തിൽ. 1937 ജനുവരി 1 അദ്ദേഹത്തിൻ്റെ ജനനം. ഛത്തീസ്ഗഡിൽ നിന്ന് ഈ ബഹുമതി ലഭിക്കുന്ന അല്ലെങ്കിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ എഴുത്തുകാരനായി മാറി ഇദ്ദേഹം. അതുപോലെ അദ്ദേഹത്തിൻ്റെ കൃതികൾ നമ്മൾ പറഞ്ഞു. ഇനി അതിൽ ദീവാർ മേ ഏക് ഖിഡ്കി രഹതി എന്ന നോവലിന് 1999 എന്ത് കിട്ടി? സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. 2013 വ്യാസ സമ്മാനം ലഭിച്ചത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലോകമത് പാർലമെന്ററി അവാർഡ് 2025 ഭാഗമായി ലോക്സഭയിലെ മികച്ച പ്രകടനത്തിനുള്ള ആജീവനാന്ത പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഒന്നുകൂടെ ക്വസ്റ്റ്യൻ പറയാം. ലോകമത് പാർലമെന്ററി അവാർഡ് 2025 ഭാഗമായി ലോക്സഭയിലെ മികച്ച പ്രകടനത്തിനുള്ള ആജീവനാന്ത പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്നറിയാമോ? ആർക്കാണ്? TR ബാലുവിനാണ് കേട്ടോ. TR ബാലുവിനാണേ. അപ്പോൾ എന്താണ് ഈ പുരസ്കാരം? എന്ത് പുരസ്കാരമാണിത്? പാർലമെന്റിലെ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന അംഗങ്ങൾക്കായിട്ട് ലോകമത് മീഡിയ ഗ്രൂപ്പ് നൽകുന്ന പുരസ്കാരമാണ് ലോകമത് പാർലമെന്ററി അവാർഡ് എന്ന് പറയുന്നത്. ഓക്കെ. 2025 കൊടുത്തത് എത്രാമത്തെ പുരസ്കാരമാണെന്ന് ചോദിച്ചാൽ ആറാമത് പുരസ്കാരങ്ങളാണ് കൊടുത്തത് കേട്ടോ. 2025 6ാമത് പുരസ്കാരങ്ങളാണ് കൊടുത്തത്. എന്നാൽ എവിടെ വെച്ചിട്ടാണ് ഇത് കൊടുത്തതെന്ന് ചോദിച്ചാൽ ന്യൂഡൽഹിയിൽ വെച്ചിട്ടായിരുന്നു. ഡിസംബർ 17 2025 ഡിസംബർ 17 ന്യൂഡൽഹിയിലാണ് ഇത് വിതരണം ചെയ്തത്. ഓക്കെ. അതിൽ ഓരോ കാറ്റഗറിയും നമ്മൾ പഠിക്കണം. മികച്ച പാർലമെന്റേറിയൻ, രാജ്യസഭയിലെ മികച്ച പാർലമെന്റേറിയനായിട്ട് മാറിയത് സഞ്ജയ് സിംഗ് ആണ് കേട്ടോ. സഞ്ജയ് സിംഗ് മികച്ച പാർലമെന്റേറിയൻ രാജ്യസഭ ആരാണ്? സഞ്ജയ് സിംഗ് ആണ്. അപ്പോൾ ലോകസഭ പഠിക്കണ്ടേ? അപ്പോൾ അതാണ് മികച്ച പാർലമെന്റേറിയൻ ലോകസഭ ആരായിരുന്നു? ജഗദാംബിക പാലാണ്. ജഗദാംബിക പാലാണ്. ഒന്നുകൂടെ പറയാം. മികച്ച പാർലമെന്റേറിയൻ ലോകസഭ ജഗദാംബിക പാലും മികച്ച പാർലമെന്റേറിയൻ രാജ്യസഭ ആരാണ്? സഞ്ജയ് സിംഗുമാണ്. കിട്ടിയല്ലോ. ഇനി ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലോകസഭ ആർക്കാണ്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. TR ബാലു അല്ലേ? ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലോകസഭയിൽ ആർക്കാണ് കിട്ടിയത്? TR ബാലുവിനാണ്. അപ്പോൾ രാജ്യസഭയിൽ പഠിക്കണം അല്ലേ? ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് രാജ്യസഭ ആർക്കാണെന്നറിയാമോ? അത് ദിഗ് വിജയ് സിംഗിനാണ്. ആർക്കാണ്? ദിഗ് വിജയ് സിംഗിനാണ്. ഒന്നുകൂടെ പറയാം. ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലോകസഭയാണെങ്കിൽ TR ബാലുവും രാജ്യസഭയാണെങ്കിൽ ദിഗ് വിജയ് സിംഗിനുമാണ് കിട്ടിയത്. ഓക്കെ. ഇനി മികച്ച വനിതാ പാർലമെന്റേറിയനായി മാറിയത്, ലോകസഭയിലെ മികച്ച വനിതാ പാർലമെന്റേറിയനായി മാറിയത് സംഗീതകുമാരി സിംഗ് ദിയോയാണ്. സംഗീതകുമാരി സിംഗ് ദിയോ ആണ് മികച്ച വനിതാ പാർലമെന്റേറിയൻ ലോകസഭയായി മാറിയത് കേട്ടോ. ഇനി രാജ്യസഭയിലെ മികച്ച വനിതാ പാർലമെന്റേറിയനായി മാറിയത് ഡോള സെൻ ആണ്. ഓക്കെ. മികച്ച വനിതാ പാർലമെന്റേറിയൻ രാജ്യസഭ ആരാണ്? ഡോള സെന്നും ലോകസഭയിലെ ആണെങ്കിൽ സംഗീതകുമാരി സിംഗ് ദിയോയുമാണ്. ഓക്കെ അല്ലേ? ഇനി മികച്ച നവാഗത പാർലമെന്റേറിയൻ ലോകസഭ ആരാണ്? മികച്ച നവാഗത പാർലമെന്റേറിയൻ ലോകസഭയിലെ ഇക്ര ചൗധരിയാണ്. ഇക്ര ചൗധരി മികച്ച നവാഗത പാർലമെന്റേറിയൻ ലോകസഭയിലെ ഇക്ര ചൗധരിയാണ്. മികച്ച നവാഗത പാർലമെന്റേറിയൻ രാജ്യസഭയും പഠിക്കണം. അതാരാണ്? സുധാ മൂർത്തിയാണ്. നോമിനേറ്റഡ് അംഗമായ സുധാ മൂർത്തിയാണ് മികച്ച നവാഗത പാർലമെന്റേറിയൻ രാജ്യസഭയായി മാറിയത്. ഓക്കെ അല്ലേ? അപ്പോൾ ലോകമത് പാർലമെന്ററി അവാർഡ് 2025 ഭാഗമായി ലോകസഭയിലെ മികച്ച പ്രകടനത്തിനുള്ള ആജീവനാന്ത പുരസ്കാരം കിട്ടിയത് ആർക്കാന്ന് പറഞ്ഞു? TR ബാലുവിനാണെന്ന് പറഞ്ഞു. എവിടത്തെയാണത്? ലോകസഭയിലെയാണല്ലേ? ലോകസഭയിൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡാണ്. അപ്പോൾ രാജ്യസഭയിലെ ആർക്കായിരുന്നു? ദിഗ് വിജയ് സിംഗിനാണ് കിട്ടിയത്. ഇനി 2025 6ാമത് പുരസ്കാരങ്ങളാണ് കൊടുത്തത്. അത് ഡിസംബർ 17 ന്യൂഡൽഹിയിലാണ് വിതരണം ചെയ്തതെന്ന് ഓർക്കുക. മികച്ച പാർലമെന്റേറിയൻ ലോകസഭ ആരാണ്? അത് ജഗദാംബിക പാലും രാജ്യസഭയിലെ സഞ്ജയ് സിംഗുമാണ്. മികച്ച വനിതാ പാർലമെന്റേറിയൻ ലോകസഭ ആരാണ്? സംഗീതകുമാരി സിംഗ് ദിയോയും രാജ്യസഭയിലെ ഡോള സെന്നുമാണ്. മികച്ച നവാഗത പാർലമെന്റേറിയൻ ലോകസഭ ഇക്ര ചൗധരിയും രാജ്യസഭ സുധാ മൂർത്തിയുമാണ്. ഓക്കെ. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവരും ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. ബൈ.